ഉണ്ടല്ലോടോ, ഇന്നെന്റെ നോമ്പ് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ വീക്ക് ഓഫ് ആണ്. ഇന്ന് വീട്ടിൽ നിന്ന് അടിച്ചു പൊളിച്ച് ഉമ്മയ്ക്ക് ഒരു പണിയും കൊടുക്കാണ്ട് ഫുള്ള് പണി ഞാൻ തന്നെ ചെയ്ത് ഓർക്ക് രണ്ടാൾക്കും റെസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലായി. ഒരു 1:30 ആയപ്പോഴത്തേനും ഓഫീസിലെ ഫ്രണ്ട്സ് വിളിച്ച് പുറത്ത് നോമ്പുറക്കാൻ പോവാ പറഞ്ഞു. ഞാനാണെങ്കിൽ കേട്ട പാടെ ഓക്കേയും പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി നേരെ അങ്ങോട്ട് ബീച്ചിലേക്ക് വിട്ട്. പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യമൊന്നും ഇല്ലാണ്ട് പോയതുകൊണ്ട് തൊട്ടടുത്ത് കടയിൽ കണ്ട ഒരു കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങിയിട്ടാണ് നോമ്പറന്നത്. ഇനി ബാക്കി എന്തെന്നുള്ളത് അവിടെ നിന്ന് ചിന്തിച്ച് ചെയ്യണേ. പണ്ടൊക്കെ ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രോവേർട്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഒരു സംഭവം ഉണ്ട്, പറഞ്ഞുതരാം. ആദ്യത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയണത് എൻ്റെ ഉമ്മയും എൻ്റെ അത്താത്തി മാത്രമേ ഉള്ളേനു. വേറെ അതിന് പരിധി കൂടുതലൊരു കമ്പനി ഞാൻ ആരെയും കൊടുക്കാറില്ല, വെക്കാറില്ലേനു. ഭയങ്കര ഇൻട്രോവേർട്ട് വെച്ചാൽ ഭയങ്കര ഇൻട്രോവേർട്ട് ചെയ്യുന്നു. എൻ്റെ അടുത്ത് സംസാരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു പരിധി കൂടുതൽ ഞാൻ ഓരെൻ്റെ അടുത്തേക്ക് അടുപ്പിക്കലില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലേനു. പക്ഷേ ആ ഒരു 2 കൊല്ലം മുമ്പേ വരെ ഞാൻ അങ്ങനെയേനു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. പോണവരെയും വരുന്നവരെയും ഒക്കെ എൻ്റെ കമ്പനീൻ്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്താൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞാൻ എവിടുന്നെങ്കിലും കണ്ട് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഓരോട് ചിരിക്കാനും കമ്പനി പുതുക്കാനും ഞാൻ നോക്കാറുണ്ട്. അതൊക്കെ എന്നെ ഈ ഒരു വ്ളോഗിങ് പഠിപ്പിച്ചിരിക്കണെന്ന് തോന്നുന്നത്. നമുക്ക് ചുറ്റും നമ്മളൊരു കണക്ഷൻ ബിൽഡ് ചെയ്തൊക്കെ നല്ല രീതിക്ക് ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ആ കണക്ഷൻ എന്നും നമ്മളെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഞാനിപ്പോൾ ഈ അടുത്ത് റിയലൈസ് ചെയ്ത കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള ലൈനേനു. പക്ഷേ നമുക്ക് എവിടെ പോയാലും എന്തെങ്കിലും കമ്പനി വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ ചുറ്റിലും നല്ല കണക്ഷൻസ് ഉണ്ടാക്കി വെക്കുക. അത് നമുക്ക് ഉപകാരമേ ചെയ്യുള്ളൂ. എന്തിനാണെങ്കിലും നമുക്കൊരു സങ്കടം പറയാൻ പോലാണെങ്കിൽ 4 ആൾക്കാർ നമ്മളെ കേട്ട് നിൽക്കും. എന്തായാലും നമ്മളിന്ന് കാര്യത്തിൽ നിന്നൊക്കെ വിട്ടുപോയ സ്ഥിതിക്ക് നമ്മളിത് ബീച്ച് മൊത്തം എക്സ്പ്ലോർ ചെയ്തിരിക്കണ്. തിന്നേണ്ട സാധനങ്ങളും കുടിക്കേണ്ട സാധനങ്ങളൊക്കെ കുടിച്ച് തിന്നിട്ടാണ് വീട്ടിൽ പോയത്. ആ വീട്ടിലെത്തിയപ്പോൾ നല്ല പിസ്ത ഉണ്ടായിരുന്നു. അതും കുടിച്ച് അപ്പം അത്രേ ഉള്ളൂ. ബാക്കി നാളെ കാണാം.